Hello friends, welcome to Food Reflexology. I'm Ash Bush, certified food reflexology. My health, my life. ഇത് പറയുന്നത് ഫുഡ് റിഫ്ലക്സോളജിനെ പറ്റി, അതും സാധാരണക്കാർക്ക് ഫുഡ് റിഫ്ലക്സുമായിട്ട് എങ്ങനെ ഇത് മറ്റുള്ളവരിൽ എത്തിയിട്ടില്ല. ഫുഡ് റിഫ്ലക്സോളജിയുടെ പ്രാധാന്യം എന്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ദീർഘകാലം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായ ഒരു വിവരണമാണ് ഇന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ വീഡിയോ, ഷോർട്ട് വീഡിയോ ഉണ്ടാവും, അതുപോലെ ലോങ് വീഡിയോ കുറച്ചും. അത് ഷോർട്ട് വീഡിയോ കഴിഞ്ഞ ശേഷം ഒരു 3-4 ദിവസം കൊണ്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതും കൂടി കാണുക. ഫുഡ് റിഫ്ലക്സോളജി ശരിക്കും പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്നുള്ള പറ്റിയാണ്. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. അതുപോലെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ആധുനിക മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ആധിപത്യത്തോടു കൂടിയാണ് ഈ ഫുഡ് റിഫ്ലക്സോളജി എന്ന ആശയം മറ്റുള്ള ജനങ്ങളിൽ നിന്നും വിട്ടുപോയത്, സാധാരണ ജനങ്ങളിൽ നിന്നും വിട്ടുപോയത്. ജനങ്ങളുടെ മനസ്സിൽ നമുക്ക് സാധാരണയായി കാണുന്നത് രോഗമുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുക എന്നുള്ളതും വേദന ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ അഥവാ ടാബ്ലറ്റ് കഴിക്കുക എന്നുള്ളതും മാത്രമാണ്. അത് ഈ ചിന്താഗതിയാണ് വർഷങ്ങളായിട്ട് നിലനിന്ന് പോയിരുന്നത്. ഇത്തരത്തിലുള്ള ഈ ചിന്താഗതിയിലൂടെയാണ് ഫുഡ് റിഫ്ലക്സോളജിൻ്റെ ഈ കാര്യങ്ങളെപ്പറ്റി സാധാരണ ജനക്ക് മനസ്സിലാകാതെ പോയത്. അതുപോലെ സ്പർശത്തിലൂടെ രോഗശമനം എന്ന ആശയം പലർക്കും സയൻറ്റിഫിക് അല്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രീയ വിശദീകരണം ശരിയായ ജനങ്ങളിലേക്ക് ഇത് എത്തിപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉണ്ടാകുന്ന നെർവ് സിസ്റ്റം, അതുപോലെ തന്നെ നെർവ് എൻഡ് ചെയ്യുന്നത് ഫീറ്റിനടിയിലാണെന്നുള്ള കാര്യം നമുക്ക് പലർക്കും അറിയാമെങ്കിലും അതിനെപ്പറ്റി കൂടുതലായിട്ടും മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ, എനർജി ബാലൻസിലൂടെയാണ് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തുന്നത്. അതുപോലെ തന്നെ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെങ്കിലും ഇത് ലളിതമായ ഭാഷയിൽ ജനങ്ങളിലേക്ക് വിശദീകരിക്കപ്പെടാതെ പോയതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫുഡ് റിഫ്ലക്സോളജിയെ പറ്റി പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകുന്നതും അതിനെപ്പറ്റി കൂടുതൽ ഇങ്ങനെ ഒരുപാട് വീഡിയോയിൽ കൂടി ഞാനിങ്ങനെ പറയുന്നതും. അപ്പോൾ കാലിൽ അമർത്തി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, കാലിൽ അമർത്തിയാൽ ശരീരം മുഴുവൻ എങ്ങനെ അതിനെ ബാധിക്കും, അതിനെന്താണ് ക്യൂർ ചെയ്യുന്നതിനെ പറ്റിയാണ്. ഈ ചോദ്യം കിട്ടാതെ ഒരുപാട് കാലം അങ്ങനെ നിലനിന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം. അതുപോലെ തന്നെ ശരി, ആൾക്കാർ ഇത് അന്ധവിശ്വാസമാണ് എന്ന ലേബൽ ഇതിനാൾക്കാർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും ഫുഡ് റിഫ്ലക്സോളജിയെ മസാജ്, ഞാൻ അധിക സമയത്തും പറഞ്ഞത് മസാജ് എന്ന ഇതും അതുപോലെ ഒരു ചികിത്സയിൽ ഒരു വിശ്വാസത ഇല്ലാത്തതിൻ്റെ പേരിലും ഒക്കെയാണ് ഇതിങ്ങനെ വരുന്നത്. ഒട്ടും ആൾക്കാർക്ക് ഇതിനൊരു വിശ്വാസത പോരാ. പലർക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇതിന് വിശ്വാസത ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ഗൂഗിളിലൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നതാണ്. ഇത് വിശ്വാസ ചികിത്സയല്ല എന്നത് കാണാൻ തുടങ്ങി ജനങ്ങൾ. ആ സാധാരണ ജനങ്ങൾക്ക് ഇത് തീരെ എത്തിപ്പെട്ടതുമില്ല. ഇത് കാരണം വിദ്യാഭ്യാസമുള്ള വിഭാഗം പോലും ശരിക്കും പറഞ്ഞാൽ ഇത് അകന്ന് നിൽക്കുകയാണ് ചെയ്തത്.